Hi everyone, welcome back to my YouTube channel Fazila's Educational Vlog. So, the topic for today is how to overcome exam day anxiety. ഏറ്റവും ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എല്ലാ മനുഷ്യരിലും ആവശ്യമായത് ദൈവത്തോട് സംസാരിക്കുക. ചാൻറ്റ് വിത്ത് ഗോഡ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയില്ലാതെ മനുഷ്യന് ഒരു ശക്തി ഉണ്ടാവുകയില്ല. പരീക്ഷയുടെ ദിവസം പ്രത്യേകിച്ച് രാവിലെ എണീറ്റ ഉടനെ നമ്മുടെ ബ്രഷിങ്ങും എല്ലാം കഴിഞ്ഞ് ഫ്രഷായി വന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ കുറച്ച് സമയം ഇരിക്കുക. നമ്മുടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കണ്ണടച്ച് ദൈവത്തിനോട് മാത്രമായിട്ട് സംസാരിക്കുക. ആ സമയത്ത് ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ നമ്മുടെ വിഷമങ്ങളും എല്ലാം നമ്മൾ പറയുക. നമ്മൾ എന്തൊക്കെ ഭാഗങ്ങൾ പഠിച്ചു, എന്തൊക്കെ പഠിച്ചില്ല, ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതിനെ സഹായിക്കണം, എല്ലാം നമ്മൾ സംസാരിക്കുക. ഒരു 5-10 മിനിറ്റ് നിങ്ങളുടെ 5-10 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ദൈവത്തിനോട് സംസാരിക്കുക ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് എനർജി. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എക്സാമിന് മുമ്പ് തന്നെ നമുക്ക് നല്ലൊരു പ്ലാനിങ് വേണം. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം എത്ര ടോപ്പിക് നമുക്ക് കവർ ചെയ്യാനുണ്ട്, അതിൽ നമുക്ക് എത്ര സമയമുണ്ട്, അത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1 to 24 hours, റൈറ്റ്? ആ സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഭാഗങ്ങളിലെ എത്ര പാഠം ഒരു ദിവസം നമ്മൾ തീർക്കും, അതിന് നമുക്ക് ഒരു പാഠത്തിന് എത്ര സമയം വേണം എന്ന് വെച്ച് നമ്മളൊരു കറക്റ്റ് ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഇത് എക്സാമിന് കുറച്ച് മുമ്പുള്ള കാര്യം പറയുന്നത്, എല്ലാം ഉണ്ടാക്കി വെച്ച് അത് കറക്റ്റായിട്ട് ആ സമയത്തിനുള്ളിൽ നമ്മൾ തീർക്കാൻ നോക്കുക. ഇല്ല ടൈം ഭയങ്കര ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, അഥവാ നമുക്ക് എക്സാമിന് അധിക ദിവസം ഇല്ല, അധിക സമയമില്ല എന്നുണ്ടെങ്കിൽ, യു ഷുഡ് സ്പെൻഡ് മോർ ടൈം ഫോർ ദ ഡിഫിക്കൽട്ട് വൺ. ഫസ്റ്റ് യു ഷുഡ് കംപ്ലീറ്റ് ദാറ്റ് ഏരിയ. ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി എളുപ്പമുള്ള ഭാഗത്തേക്ക് കടക്കുക. ടിപ്പ് നമ്പർ 3, എ ഗുഡ് സ്ലീപ്പ്. ദാറ്റ് മീൻസ് നല്ലൊരു ഉറക്കം. ഒരു ചുരുങ്ങിയത് 6 to 7 മണിക്കൂർ നന്നായി കണ്ണടച്ച് ഉറങ്ങുക. കാരണം നല്ലൊരു ഉറക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ച കാര്യങ്ങൾ എക്സാമിൻ്റെ സമയത്ത് റീകോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ എ ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്പർ 4, നിങ്ങൾ പഠിക്കാൻ നല്ല പൊസിഷൻ തിരഞ്ഞെടുക്കുക. അതായത് ഒരേ സ്ഥലത്ത് ചടഞ്ഞുകൂടി കുറേ സമയം പഠിക്കുന്നതിന് പകരം ഒരു ഭാഗം പഠിച്ച് കഴിയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ റീകളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഭാഗങ്ങൾ വരുമ്പോൾ വേറൊരു നല്ല ഫ്രഷ് എയർ ആയിട്ടുള്ള ഭാഗം ചൂസ് ചെയ്യുക. കഴിയുകയാണെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കുക. അങ്ങനെ ചെറിയൊരു ടിൽറ്റ്. അപ്പം നമുക്ക് എക്സാമിന് ആ ഭാഗം വരുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് പഠിച്ച ഭാഗം എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും. സിൻസിയറായിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രം. ടിപ്പ് നമ്പർ 5, ഒരേ ഒരു കാര്യം ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങൾ മാത്രമല്ല എക്സാം എഴുതുന്നത്, ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ ക്ലാസ്സിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരുപാട് കുട്ടികൾ എക്സാം എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും നോർമലാണ്. ഇതെനിക്ക് മാത്രമുള്ള ഒരു പേടിയല്ല, എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണെന്ന് മാത്രം ചിന്തിക്കുക. എല്ലാവരും എഴുതുന്നുണ്ട്, അതുപോലെ ഞാനും എഴുതും. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ എഴുതും. അങ്ങനെ ചിന്തിക്കുക. അല്ലാണ്ട് ആലോചിച്ച് ടെൻഷനെ കണ്ടിക്കുന്നതിന് പകരം കുറച്ചും കൂടെ റിലാക്സ് ആവാൻ ശ്രമിക്കുക. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ടിപ്പ് നമ്പർ 6, ടോക്ക് ടു യുവർ പാരൻസ് ഓർ എൽഡേഴ്സ്. അതായത് നിങ്ങൾക്ക് നല്ല സ്ട്രെസ് ലെവലുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ഭയങ്കര പരീക്ഷ പേടിയായിട്ട് ഭയങ്കര ടെൻഷൻ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന നിങ്ങളുടെ അച്ഛനോ അമ്മയോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആരോ ആയിക്കോട്ടെ, അവരോട് സംസാരിക്കാനായി കുറച്ച് സമയം കണ്ടെത്തുക. അതുവഴി നമുക്ക് മൈൻഡിൽ ഒരുപാട് റിലാക്സ്ഡ് ആവും. പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക, ഭയങ്കര ആങ്സൈറ്റി ഉള്ള ആളുടെ അടുത്തേക്ക് പോകരുത്. നല്ല രീതിയിൽ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന, പോസിറ്റീവ് വൈബ് തരുന്ന ആളുടെ അടുത്തേക്ക് മാത്രം പോവുക. Still, if you have any stress or anxiety, you can call me. And my number is given below. So, please like, share and subscribe. Thank you.